മാർക്കോയുടെ രണ്ടാം ഭാഗമായ ലോർഡ് മാർക്കോയിൽ യശല്ല നായകനെന്ന റിപ്പോർട്ടുകൾ. നടനുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. മാർക്കോയുടെ രണ്ടാം ഭാഗമായ ലോർഡ് മാർക്കോ കഴിഞ്ഞ ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരുന്നു. ലോർഡ് മാർക്കോയുടെ ടൈറ്റിൽ ഫിലിം ചേംബറിന്റെ മുന്നിൽ നിർമ്മാതാവ് സമർപ്പിച്ചതിന്റെ ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ശ്രദ്ധേയമായിരുന്നു. ഉണ്ണിമുകുന്ദനെ നായകനാക്കി ഹനീഫ് അദീന് സംവിധാനം ചെയ്ത പാൻ ഇന്ത്യൻ ചിത്രം മാർക്കോ ബോക്സ് ഓഫീസിൽ വൻ വിജയമാണ് നേടിയത്. ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദാണ് ചിത്രം നിർമ്മിച്ചത്. എന്നാൽ ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായ ലോർഡ് മാർക്കോയിൽ ഉണ്ണിമുകുന്ദനല്ല നായകനെന്ന റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു. മാർക്കോ ടീം ഉണ്ണിമുകുന്ദനെ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് അൺഫോളോ ചെയ്തപ്പോഴായിരുന്നു കാര്യം ശ്രദ്ധിക്കപ്പെട്ടത്. പിന്നാലെ യഷിനെ പുതുതായി ഫോളോ ചെയ്യുകയും ചെയ്തതോടെ ചിത്രത്തിലെ നായകൻ യഷ് ആണെന്ന തരത്തിൽ നിരവധി ഊഹാപോഹങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചു. എന്നാൽ ഇപ്പോൾ ചിത്രത്തിൽ യഷ് അഭിനയിക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ. നിർമ്മാതാക്കളായ ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച ചിത്രത്തിൽ #Y എന്നാണ് കുറിച്ചിട്ടുള്ളത്. ഇതോടെയാണ് ലോർഡ് മാർക്കോയാകുന്നത് യഷ് ആകുമെന്ന തരത്തിൽ ചർച്ചകളും സജീവമായത്. യഷിനെ കൂടാതെ മലയാളി താരങ്ങളായ മമ്മൂട്ടി, മോഹൻലാൽ, പൃഥ്വിരാജ് എന്നിവരെയാണ് ഷെരീഫ് പുതുതായി ഫോളോ ചെയ്തിരിക്കുന്നത്. നിർമ്മാതാവ് ഷെരീഫ് മുഹമ്മദും ഉണ്ണിമുകുന്ദനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് ഇതിന് പിന്നിലെന്നാണ് സൂചനകൾ. ഉണ്ണിമുകുന്ദൻ നായകനാകുന്ന പാൻ ഇന്ത്യൻ ചിത്രം മാവന്തിയുടെ അനൗൺസ്മെന്റ് നടന്ന അതേ ദിവസമായിരുന്നു മാർക്കോ 2 കുറിച്ചുള്ള ചർച്ചകളും നടന്നത്. നരേന്ദ്രമോദിയുടെ ജീവിതകഥ പറയുന്ന ചിത്രമാണ് മാവന്തി. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, കന്നഡ, തെലുങ്ക്, ഗുജറാത്തി ഉൾപ്പെടെ 7 ഭാഷകളിലാണ് ചിത്രം റിലീസ് ചെയ്യുക. സിൽവർ കാസ്റ്റ് ക്രിയേഷൻസിന്റെ ബാനറിൽ വീർ റെഡ്ഡി നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ക്രാന്തികുമാർ CH ആണ്. കുട്ടിക്കാലം മുതൽ പ്രധാനമന്ത്രിയാകുന്നതുവരെയുള്ള നരേന്ദ്രമോദിയുടെ ജീവിതമാണ് ചിത്രം പറയുന്നത്. ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ടോക്സിക് എന്ന ചിത്രവും പുരാണ ഇതിഹാസമായ രാമായണവുമാണ് യഷിന്റേതായി പുറത്തിറങ്ങാനിരിക്കുന്ന ചിത്രങ്ങൾ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.